പുതിയ സ്കൂളിലെ ലിയോയുടെ ആദ്യ ദിവസമായിരുന്നു. ഉച്ചഭക്ഷണ സമയത്ത് അമ്മ സ്നേഹത്തോടെ കൊടുത്തുവിട്ട ചോറ് അവൻ തുറന്നു. ഏറ്റവും ഇഷ്ടമുള്ള കോഴിക്കാൽ അവസാനം കഴിക്കാൻ വേണ്ടി അവൻ അത് മാറ്റിവെച്ചു. പക്ഷേ സ്കൂളിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കൊടുംഭീകരനുണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നത് കണ്ടാൽ ചോദിക്കാതെ എടുക്കുക അവന്റെ പതിവായിരുന്നു. എല്ലാവർക്കും അവനോട് ദേഷ്യമായിരുന്നെങ്കിലും പേടി കാരണം ആരും ഒന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകൾ ലിയോയിലുടക്കി. പുതുമുഖമായ ലിയോയുടെ കയ്യിലെ തിളങ്ങുന്ന കോഴിക്കാൽ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ക്ലാസ് ഫീസ് കൊടുത്തില്ലേ? സാരമില്ല, ആ കോഴിക്കാൽ എനിക്ക് തന്നാൽ മതി. അവൻ അനുവാദമില്ലാതെ ആ കാലെടുത്ത് സ്റ്റേജിൽ കയറി എല്ലാവരെയും കാണിച്ചു. ലിയോയുടെ കണ്ണുകൾ നിറഞ്ഞു. ദിവസങ്ങളോളം കാത്തിരുന്നിട്ടാണ് അമ്മ അവനത് കൊടുത്തുവിട്ടത്. അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ എഴുന്നേറ്റ് നേരെ സ്റ്റേജിലേക്ക് നടന്നു. ആ നിമിഷം ക്ലാസ് നിശബ്ദമായി. ആരോടും മിണ്ടാത്ത ആ പയ്യൻ എഴുന്നേറ്റിരിക്കുന്നു. അവൻ ആ കോഴിക്കാൽ തിരികെ വാങ്ങി. അതവന്റെ ആത്മാഭിമാനം തിരികെ പിടിക്കുന്ന ഒരു നിമിഷമായിരുന്നു. പക്ഷേ അതിനൊരു വിലയുണ്ടായിരുന്നു. വർഷങ്ങളോളം ഭരണം നടത്തിയ ആ ഗുണ്ടയെ ഒരു പുതിയ പയ്യൻ അപമാനിച്ചിരിക്കുന്നു. സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ഗുണ്ടയുടെ കൂട്ടുകാരെയാണ് ലിയോ കണ്ടത്. അവൻ ഓട്ടി. അവർ പിന്തുടർന്നു. ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട വീടിനടുത്ത് വെച്ച് ലിയോ തെന്നി വീണു. അതുവഴിയുണ്ടായിരുന്ന കുറച്ച് ഗുണ്ടകൾ അവനെ ശ്രദ്ധയോടെ നോക്കി. ഈ പയ്യൻ തിരിച്ചടിക്കുമോ അതോ കരയുമോ എന്നറിയാനായിരുന്നു അവരുടെ താൽപര്യം. പക്ഷെ ലിയോ പിന്നോട്ടു പോയില്ല. 6 പേരാൽ വളഞ്ഞിട്ടും അവൻ ധൈര്യത്തോടെ നിലകൊണ്ടു. പക്ഷേ ധൈര്യം മാത്രം പോരായിരുന്നു. അവർ അവനെ തള്ളി. അവൻ ഒരു നായയുടെ കാഷ്ടത്തിനടുത്ത് വീണു. ആ ഗുണ്ട ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിത്തൊണ്ടൻ നായേ. ലിയോ എഴുന്നേറ്റു. ഷൂ ഊരി ഒരു ആയുധമാക്കി. അതുപയോഗിച്ച് അവൻ കുറച്ച് അടിയെ തടഞ്ഞു. എന്നിട്ട് ഷൂ ഉപയോഗിച്ച് കാഷ്ടം കോരി ആ ഗുണ്ടയുടെ മുഖത്ത് തേച്ചു. ഗുണ്ട ഉച്ചത്തിൽ നിലവിളിച്ചു. എല്ലാവരും വയറുകുലുക്കി ചിരിച്ചു. അപ്പോഴാണ് ഈഥൻ നൊവ ഈ 4 പയ്യന്മാരെ ശ്രദ്ധിച്ചത്. അവർ പ്രിൻസ് ഗ്യാങ് ആയിരുന്നു, സ്കൂളിലെ ഏറ്റവും ശക്തരായ കുട്ടികൾ. കാരണം ഈഥന്റെ അച്ഛൻ ആ നാട്ടിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന മാഫിയ തലവനായിരുന്നു.